ഹായ് ഫ്രണ്ട്സ് ടൂറോട്ട് പോവാ ഹീറോയി ഇവൻ ടെൻഷൻ അനുസരിക്കാൻ കഴിയില്ല ഹീറോ ടെൻഷനിൽ പോയി അങ്ങനെ വീട്ടിലെ ഹീറോയി പറയാൻ വീന് വിളിച്ചു വി പറയാൻ തുടങ്ങി എന്ത് പറ്റി അങ്ങനെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ നോക്കും അച്ഛനും അമ്മയും പോയിരുന്നു. അച്ഛനമ്മയും പറഞ്ഞു ഇല്ലടാ ഞങ്ങൾ കുറച്ച് ട്രിപ്പ് പോകണ്ട, നീ വീട്ടിലേ ഉള്ളൂ, എൻ്റെ വൈഫിനും കൂടെ ഇരുന്നോടാ എന്ന് പറഞ്ഞു വീനോട്. ശരി ഓക്കെ. അങ്ങനെ വി റൂമിനകത്ത് പോയി. അങ്ങനെ ഹീറോയി ഒരുപാട് ഡ്രസ്സ് ഈ ഫോട്ടോത്തിൽ കാണുന്ന മാതിരി ഡ്രസ്സ് ഇട്ട് ഹീറോയി വന്ന് കുറച്ച് മേക്കപ്പ് ഹെയർ എല്ലാം ഇങ്ങനെ ചെയ്ത് വീനെ വാത് മുട്ടി. അങ്ങനെ വി വാത് തുറന്നു. ഹീറോയിൻ്റെ ലുക്ക് കണ്ട് വിക്ക് ഷാക്ക്. എന്തമ്മാ ഇത് ലുക്ക് എന്ന് വി നോക്കാൻ തുടങ്ങി. അങ്ങനെ വീനോട് പറയാൻ തുടങ്ങി വി എന്ത് വി ഇങ്ങനെ റിയാക്ഷനായിട്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ വീ ഡോറ് തുറന്ന് വീൻ്റെ റൂമിൻ്റെ അകത്ത് വന്ന് ലോക്ക് ചെയ്ത് അങ്ങനെ വീനെ കിസ് അടിക്കാൻ. അങ്ങനെ വി പറയാൻ തുടങ്ങി വിടുമാ അതെല്ലാം ഹീറോയി പിടിച്ച് വീനെ നെക്ക് പിടിച്ച് ഒരേ കടിക്കടിച്ച്. വീക്ക് ടെൻഷനായി. എന്നിട്ട് എൻ്റെ നെക്ക് പിടിച്ച് കടിക്കും, അല്ല നിനക്ക് കടിച്ച്. അതിനായിട്ട് എല്ലാം നന്നായിട്ട് റൊമാൻസ് നടക്കായിരുന്നു. അങ്ങനെ ജിമ്മിനെ വിളിക്കുക ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ റോസ് ഫോൺ വിളിക്കുക. രണ്ടുപേരും ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് വെച്ചായിരുന്നു ഫോണ്. ഇത് ടെൻഷനായി സൈലൻ്റാക്കി, ഹീറോയും ടെൻഷനായി സൈലൻ്റാക്കി വെച്ച് ഫോണ്. അങ്ങനെ അവർ കണ്ടിന്യൂ ആയി. ഇത് ജിമ്മിനിക്കും കൺഫ്യൂസായി, റോസും കൺഫ്യൂസായി. ഇവർ ഫോൺ എടുക്കുന്നില്ലല്ലോ. അങ്ങനെ രാവിലെ നന്നായിട്ട് റൊമാൻസ് നടന്നു. രാവിലെ അയണിച്ച് അങ്ങനെ കണ്ണ് തുറന്ന് ഹീറോയിനെ വീട്ടിലെ കൈ വെച്ച് നോക്കുക. സൈറ്റ് അടിച്ച് കൊണ്ടായിരുന്നു ഹീറോയിനെ വെച്ച് കണ്ണെടുക്കാതെ നോക്കാതെ ഹീറോയി കണ്ണ് തുറന്നു വീനെ നോക്കാതെ രണ്ടുപേരും കണ്ണെടുക്കുക തുറക്കുന്ന ഫോൺ വൈക്കും ഫോൺ വന്നു. അങ്ങനെ രാവിലെ ഫോൺ വന്നു. വി ഫസ്റ്റ് എടുത്ത് ഹലോ ജിമ്മിന് കെട്ടവിട്ട് പോകാത്ത തെറി പറയുന്ന മച്ചാ എനിക്കിന്ന് കോളേജ് വരില്ല, ലീവിടാ, ടയേർഡാന്ന് മച്ചാ. ജിമ്മിനിക്ക് മനസ്സിലായി. ശരി ഇവിടെ ഇരുന്ന് ശരിയാവില്ല, ഇവനെ പത്തേറി പറഞ്ഞു. അങ്ങനെ ജിമ്മിന് ഫോൺ കടിച്ചത്. റോസ് വിളിച്ച് മച്ചേ നീ എന്താടി ഇന്ന് കോളേജിൽ വരുന്നില്ലേ, ലേറ്റായിടി മച്ചേ. ഇല്ലടാ ഞാൻ കോളേജിൽ ഇന്ന് വരില്ല അങ്ങനെ ഹീറോയി പറഞ്ഞു. ഇത് കേട്ട് ശരി ഓക്കെ. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ടയർഡായി. ഹീറോയി ടയർഡായി. ഇങ്ങനെ അവളെടുത്തൊക്കെയാണ് ഏറ്റിയിട്ട് കൊണ്ടുപോയി ബാത്റൂമിൽ രണ്ടുപേരും ഫ്രഷ് ആവുന്നത്. കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല ഓക്കെ പ്രശ്നമില്ല ഞാൻ നോക്കിക്കോളാം. കുറച്ച് പ്രിൻസിപ്പൾക്ക് കോൾ ചെയ്ത് പറഞ്ഞോന്ന് ലീവ്. ഹീറോയും ലീവാണ് പറഞ്ഞു. പറഞ്ഞു ശരി ഓക്കെ. ഇവർ ഹസ്ബൻഡ് വൈഫല്ലേ ഉണ്ടാതെ അവർ പ്രിൻസിപ്പൽ ഉണ്ടാതിരുന്നു. അതിനായിട്ട് രണ്ടുപേരും കുറച്ച് ഡ്രസ്സ് ഫുഡ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. രണ്ടുപേരും കുക്കിംഗ് ഫുഡ് ചെയ്ത് രണ്ടുപേരും ജോലി. ജാക്സൺ കോളേജിൽ വന്ന് റോസിനോട് ചോദിച്ചു. റോസ് പറഞ്ഞു വരാൻ പറ്റില്ല, സോറി, അവൾ ഹസ്ബൻഡ് കൂടെ ഉള്ളത്. ജാക്സനോട് ചോദിച്ച് ജാക്സൺ ഇവളെവിടെയാണ് ഉള്ളത്. ജാക്സൺ എങ്ങനെ കണ്ടുപിടിച്ച് ഫോളോ ചെയ്ത് വന്ന് റോസിനെ മറ്റേ തല്ലിടുമ്പോൾ റോസ് പറഞ്ഞു. അങ്ങനെ ജാക്സൺ വന്ന് വെള്ളടിച്ച് വാത തുറന്നു. തുറന്നു. ജാക്സൺക്ക് ഷോക്കായി. സാർ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജാക്സൺ നോക്കി മുറക്കാനെ ഈസ് മൈ വൈഫ് എന്ന് പറഞ്ഞ് ഹാപ്പി എൻഡിങ് സ്റ്റോറിയുടെ കുറിച്ച് പറഞ്ഞത്. ഹാപ്പി എൻഡിങ് ആ സ്റ്റോറിയാണ് കഥ. നമുക്ക് കുറച്ച് പോവാം അകത്ത്. അങ്ങനെ ജാക്സൺ നോക്കി ഷോക്കായി. പറയുന്നത് ഈസ് മൈ വൈഫാണ്, നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞു. ജാക്സൺ സോറി സാർ നിങ്ങൾ വൈഫാണോ? ഹീറോയി പറയുന്നത് എന്ത് പറ്റി അങ്ങനെ ജാക്സൺ ഷോക്കായി. നീ എന്തിനാടാ ഇവിടേക്ക് വന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. ഫോളോ ചെയ്ത് വീട്ടിലേക്ക് വന്ന് ജാക്സൺ പറയാൻ തുടങ്ങി. സമാധാനമാക്കി. അങ്ങനെയായിട്ട് ജാക്സൺ അവിടെ നിന്ന് പോയി. ഹീറോയി ഭയങ്കര കുറച്ച് ഹാപ്പി, ഭയങ്കര ജാക്സൺ ടോർച്ചറും ഇല്ല, ഭയങ്കര ഹാപ്പി ആകുമ്പോൾ തുടങ്ങി. ഭയങ്കര എക്സാം അത് ഇതെല്ലാം പഠിക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് കുറച്ച് ടയർഡായി ഹോം ചെയ്യാൻ തുടങ്ങി. ഹാപ്പി എൻഡിങ് സ്റ്റോറി.